ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകണമെന്ന് പറഞ്ഞ ഒരു ഹിഡൻ സ്പോട്ടിലാണ് ഗായ്സ്. കാപ്പിലൊരു ഹിഡൻ സ്പോട്ടുണ്ട്, അവിടെയാണ് ഗായ്സ് ഇന്ന് നമ്മൾ പോണത്. ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരു 4-4:30 ആയി കാണും ഗായ്സ്. ആ സമയത്താണ് ഇറങ്ങിയത്. ഉച്ചയ്ക്ക് നിന്ന് ഇറങ്ങിയത്, വെയിലൊക്കെ ഉണ്ട്, വെയിൽ വന്നിട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചു. അതേപോലെ ഇന്ന് തിരക്കുണ്ട്, കാരണം ഞായറാഴ്ചയും കൂടെയുണ്ട്, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇത് നടന്നു പോകാമെന്ന് വിചാരിച്ചു ഗായ്സ്. ഇപ്പോൾ ഇവിടെ തോനെയുണ്ട് നടക്കാൻ, കുറേ ഉണ്ട് നടക്കാൻ, ഒരു 6 കിലോമീറ്റർ ഉണ്ട്. വീട്ടിൽ വണ്ടിയില്ല, വണ്ടിയിൽ പോയി നടന്നാണ് പോണത് ഗായ്സ്. അപ്പം ഭയങ്കര പാടായിരുന്നു, മെനക്കെട്ട് പോയി. അപ്പോൾ ദാണ്ടെ ഗായ്സ് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇവിടെ കാണുന്ന പള്ളി, ആ പള്ളീൻ്റെ ആ സൈഡിൽ കൂടി പോകുന്നതാണ് ആ വഴി കൂടിയാണ് പോകേണ്ടത് ഗായ്സ്. ഇവിടെയാണ് ഹിഡൻ സ്പോട്ട് ഗായ്സ്. ഇവിടെയാണ് ഐലൻഡ് കാപ്പിൽ. ഇപ്പോൾ ദാണ്ടെ ഗായ്സ് ഇപ്പം അങ്ങോട്ട് നടന്നു പോവുകയാണ് ഗായ്സ്. ഇപ്പം ഇവിടുന്ന് തൊട്ടപ്പുറമാണ് ഗൈസ്. ദൂരമൊന്നുമില്ല, തൊട്ടപ്പുറത്ത് തന്നെ ബീച്ചാണ് ഗൈസ്. അവിടെ നിന്ന് അടിപൊളിയാണ്. അവിടെ നിന്ന് കുറച്ച് പോകുമ്പോൾ തന്നെ വേറെ ഐലൻഡാണ്, അടിപൊളി സ്ഥലം. അതാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ദാണ്ടെ ഗായ്സ് ഇതാണ് ആ ബീച്ച്, ഹിഡൻ ബീച്ച്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗായ്സ് ഇവിടുന്ന് 2 അടി ഇങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ അടിപൊളി ഒരു വ്യൂ ഉണ്ട് ഗായ്സ്. ഒരു പാറേൻ്റെ മണ്ടയിൽ അടിപൊളിയാണ് കാണാൻ, കിടിലമാണ്. ദാണ്ടെ ഗായ്സ് പാറേൻ്റെ മണ്ടയിൽ നിന്ന് സൈഡിൽ ഗ്യാപ്പുണ്ട് വഴി നടന്നു വരാൻ, അവിടെയാണ് ഗായ്സ്. ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ട് പോയാണ്. ഇവിടെ ഒരു മാമ ഫോണിൽ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. ദാണ്ടെ ഗായ്സ് അടിപൊളി വ്യൂ ആണ് ഗായ്സ്. ഇവിടെ നിന്ന് കിടിലമാണ്. ഫോണിൽ കാണുന്ന പോലെയല്ല, അടിപൊളി, നേരിട്ടാണ് അടിപൊളിയാണ്. ഈ ഫോണിൽ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആയിട്ടിരിക്കുന്നു. വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഗായ്സ്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഗായ്സ്. ഇപ്പോൾ ദാണ്ടെ ഗായ്സ് ഇപ്പം നമ്മൾ അങ്ങോട്ട് നടന്നു കൊണ്ട് പോവുകയാണ് ഗായ്സ്, ഐലൻഡിലോട്ട്. ഒരു ഹിഡൻ സ്പോട്ട്. ദാണ്ടെ ഗായ്സ് ഇതാണ് ഈ ഹിഡൻ സ്പോട്ട്. കിടിലൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്പോട്ടാണ്. ഇത് ഇത്ര നാളായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇവിടെ ഇത്രയും നല്ല ഹിഡൻ സ്പോട്ട് ഉണ്ടെന്ന്. ഇപ്പം ഞാൻ ഒരു റീല് കണ്ടിട്ടാണ് ഗായ്സ് വരുന്നത്. എനിക്ക് ഇത്ര നാൾ ഇവിടെ താമസിച്ച് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്തോ പറയാനാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ സമയം പോകുന്ന അറിയത്തില്ല. അടിപൊളി ഭംഗിയാണ് കാണാൻ, നേരിട്ട് കാണാൻ. അതുമാത്രമല്ല ഗായ്സ്, പിന്നെ അങ്ങോട്ട് കാഴ്ചകളൊക്കെ ഇടയ്ക്കാണ് ഗായ്സ്. അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു അടിപൊളി കാഴ്ചകളാണ് കാണാൻ കിടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നടന്നിട്ടായാലും വന്നത്. പിന്നെ ഗായ്സ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ വേസ്റ്റ് ഒന്നുമില്ല, അധികം ആരും അങ്ങനെ വരാത്തതുകൊണ്ട് ഫുൾ ക്ലീനായിട്ട് കിടക്കുകയാണ്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ പറയാനില്ല. മുന്നോട്ട് പോകുമ്പോൾ അടിപൊളി കാഴ്ചകളാണ് ഗൈസ് കാണുന്നത്. ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളി, ഒരു പ്രത്യേകത ഭംഗിയാണ് കാണാൻ. പിന്നെ വേറെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അങ്ങ് വരെ നടന്ന് പോകണം, അങ്ങ് അറ്റം വരെ, എന്നിട്ട് തിരിച്ച് നടക്കണം. അതേ ഉള്ളൂ ചെറിയൊരു ബുദ്ധിമുട്ട്. അത് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ. ദാണ്ടെ ഗൈസ് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പം തന്നെ ദാണ്ടെ കായൽ നടക്ക് ചെടി പോലെയൊക്കെ പിടിച്ചിരിപ്പുണ്ട്, ഒരു എന്തോ ബാമ്പൂ പോലെയൊക്കെ. അപ്പം അടിപൊളിയാണ് ഗൈസ്. അപ്പം അത് കാണാൻ നൈസാണ്, ഒന്നും പറയാനില്ല. ബ്യൂട്ടി, ഒരു കിടിലൻ ബാക്ക് വാട്ടേഴ്സിൻ്റെ ബ്യൂട്ടി ഇതിലാണ് ഗൈസ് ഇരിക്കുന്നത്. എന്താ വെള്ളത്തിലൊക്കെ ഗൈസ് ഇപ്പം ഞാൻ ഇറങ്ങിയിട്ടോ ഗൈസ്, കാലൊക്കെ നനയ്ക്ക് അടിപൊളി, ഭയങ്കര വൃത്തി. ഒരു വേസ്റ്റും പോലും ഇല്ല. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ, പിന്നെ ഇവിടെ ഫുൾ കാടാണ് ഗൈസ്, ഒന്നും പറയാനില്ല. കുനിഞ്ഞൊക്കെ പോകണു. ഇവിടെ ഇങ്ങനെ ഇടുക്ക് വഴി കൂടിയൊക്കെ ഇങ്ങനെ ഓഫ് റോഡ് ആണ്, അപ്പം അങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകണം. ദാണ്ടെ ഗൈസ് ഇപ്പോൾ വേറെ സ്ഥലം എത്തി ഗൈസ്. അങ്ങോട്ട് കിടക്കുകയാണ് ഗൈസ്. അങ്ങോട്ട് നടക്കാൻ തോരം കിടക്കുകയാണ്, അങ്ങ് അറ്റം വരെയും കിടിലം സ്ഥലമായിട്ട് കിടക്കുകയാണ്, ഒരു രക്ഷയില്ല. ആ മരം നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്ന്, അങ്ങനെ അടിപൊളി. ദാണ്ടെ ഗൈസ് അടുത്തൊരു സ്ഥലമാണ്, ചുമ്മാ എവിടെ നോക്കിയാലും അടിപൊളി സ്ഥലമാണ്. വേറെ മോശപ്പെട്ട സ്ഥലമില്ല, അടിപൊളി. നമ്മളറിയാതെ കണ്ണെടുത്ത് പോകത്തില്ല, നമ്മളങ്ങോട്ട് കണ്ണെടുക്കാതെ തന്നെ നോക്കും, അത്രയും അടിപൊളി സ്ഥലമാണ്. ദാണ്ടെ ഗായ്സ് ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് ഗായ്സ്. പിന്നെ ദാണ്ടെ ഗായ്സ് പിന്നെ ഇവിടുന്ന് കുറച്ച് വന്നപ്പം തന്നെ ഒരു കടൽ. പിന്നെ ഇവിടെ തന്നെ അപ്പുറത്ത് ബാക്ക് വാട്ടേഴ്സും കാര്യങ്ങളൊക്കെ, ഒന്നുമില്ല, മിനി സ്വിറ്റ്സർലാൻഡ് വേണമെങ്കിൽ പറയാം.
അത്രയും നല്ല സ്ഥലമാണ് ഗൈസ്. കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഗൈസ് താണ്ട ഗൈസ് ഇവിടെ ബീച്ചാണ് ഗൈസ്. അപ്പുറത്തെ കക്കര കാണുന്നത് അത് കാപ്പിലാണ് ഗൈസ്. ഞാനിപ്പം നിൽക്കുന്ന ഇടവയും. ഇവിടുന്ന് റോഡിലോട്ട് പോകണമെങ്കിൽ തന്നെ ഭയങ്കര ലോങ് ആണ്. പക്ഷേ അപ്പുറത്തെ കരയിലോട്ട് ഇറങ്ങാൻ നോക്കിയപ്പം കാട് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ് ആകെ ആഴമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇറങ്ങിയില്ല, റിസ്ക് എടുക്കാമെന്ന് പോയി. നീന്താമെന്ന് പറഞ്ഞില്ല. പിന്നെ നേരെ ഇവിടുന്ന് സൈഡിലോട്ട് വേണ്ട ഒരു റിസോർട്ടിൽ അവിടെ. അപ്പം ജസ്റ്റ് സൈഡിൽ അവിടെ പോയി ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. താണ്ട അപ്പുറത്തെ കാപ്പിലാണ് ഗൈസ്. അപ്പുറത്ത് ഞാൻ എനിക്ക് നടവേ തൊട്ടപ്പുറമാണ്. പക്ഷേ റോട്ടിൽ കൂടെ പോകാൻ ഭയങ്കര മെനക്കെട്ട പരിപാടി. അപ്പോൾ ഗൈസ് വീഡിയോ എത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.